പേര് അഞ്ജു. കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്ന് വരുന്നു. പഠിക്കുന്നത് കായംകുളം ഗവൺമെന്റ് വുമൻസ് പോളിടെക്നിക് കോളേജിലാണ്. ഞങ്ങളുടെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് RFID ബേസ്ഡ് ഓട്ടോമാറ്റിക് ബില്ലിംഗ് ട്രോളി. ഇതിന്റെ ഗ്രൂപ്പ് മെമ്പേഴ്സ് ആണ് നൗഫിയ എൻ ആൻഡ് അഖില ആർ നായർ. RFID എന്ന് വെച്ചാൽ റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ ഡിവൈസ്. അതൊരു വയർലെസ് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ്. ഇത് നമ്മളിപ്പോൾ ഷോപ്പിംഗ് മോളിലൊക്കെ ചെല്ലുവാണെങ്കിൽ നമ്മളുടെ അവിടെ ക്യൂ നിന്നൊക്കെ വേണം ബില്ലടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ടൈം ഒരുപാട് പോകും. അപ്പോൾ അതൊന്ന് ടൈം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കൊണ്ടുവന്ന ഒരു പുതിയ പ്രൊഡക്റ്റാണ് RFID ബേസ്ഡ് ഓട്ടോമാറ്റിക് ട്രോളി. ഇതെന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടിയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത് RFID റീഡർ, ESP32 മൈക്രോ കൺട്രോളർ, LCD ഡിസ്പ്ലേ, 3D പ്രിന്റർ എൻക്ലോഷർ എന്നിവയാണ്. ESP32 മൈക്രോ കൺട്രോളറിനെ RFID റീഡറും LCDയും ESP32 മൈക്രോ കൺട്രോളറിൽ GPIO പിൻസ് യൂസ് ചെയ്ത് കണക്ട് ചെയ്യുന്നു. ഈ LCD ഡിസ്പ്ലേ യൂസ് ചെയ്യുന്നത് നമ്മൾ RFID ടാഗ് യൂസ് ചെയ്ത് റീഡ് ചെയ്യുന്ന ഓരോ പ്രോഡക്ട്സും ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് LCD യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ വർക്കിംഗ് എന്ന് വെച്ചാൽ ഇത് വർക്ക് ചെയ്യുന്നത് ഒരു ആപ്ലിക്കേഷൻ വഴിയാണ്. നമ്മൾ ഫോണും ഈ പ്രൊഡക്റ്റുമായിട്ട് കണക്ട് ചെയ്യും. അതിപ്പോൾ നമ്മളുടെ ഫോണിലൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, സ്മാർട്ട് ട്രോളി. അതിനകത്ത് സ്റ്റാർട്ട് ഷോപ്പിംഗ് കൊടുത്ത് നമ്മൾ റീഡ് ചെയ്യുന്ന ഓരോ RFID ടാഗ് റീഡ് ചെയ്യുമ്പോഴും അതിൻ്റെ ഇത് പ്രോഡക്ട്സിൻ്റെ പേര് നമ്മുടെ ആപ്ലിക്കേഷനിൽ വരും. അതിൻ്റെ റേറ്റ് എല്ലാം കാണും. കഴിഞ്ഞിട്ട് നമ്മൾ ഷോപ്പിംഗ് തീരുമ്പോൾ ഷോപ്പിംഗ് തൊട്ട് ഡൗൺലോഡ് ഇൻവോയ്സ് കൊടുക്കുമ്പോൾ അതിൻ്റെ PDF നമ്മുടെ ഫോണിൽ വരും. അതുവഴി നമുക്ക് GPay ചെയ്യുകയോ ഇല്ലെങ്കിൽ അല്ലാതെ ക്യാഷ് കൗണ്ടറിൽ പോയി പൈസ അടയ്ക്കുകയോ ചെയ്യാം. അങ്ങനെയാണ് ഞങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ ഒരു വർക്കിംഗ്. ബാർകോഡ് ആണെങ്കിൽ ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട് കുറേ നാളിരുന്നാൽ. പക്ഷേ RFID ടാഗ് ആണെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും, അതൊരിക്കലും ഡാമേജ് ആകത്തില്ല. പിന്നെ ഇത് എന്തുകൊണ്ടും ആൾക്കാർക്കാണെങ്കിൽ ടൈം മാനേജ് ചെയ്യാൻ വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഞങ്ങളുടെ RFID ബേസ്ഡ് സ്മാർട്ട് ട്രോളി. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ ഇതിനകത്ത് ഒരു പേജ് ലോഗിനായി വരും. അതിനകത്ത് ഒരു ലോഗിനും രജിസ്റ്റർ എന്ന 2 ബട്ടൺസ് ഉണ്ടാവും. അതിൽ നമ്മൾ ആദ്യമായിട്ട് ഒരാൾ അത് ലോഗിൻ ചെയ്യുന്നതെങ്കിൽ രജിസ്റ്റർ ക്ലിക്ക് ചെയ്തിട്ട് അതിനകത്ത് ഇമെയിൽ ID പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. അതല്ല നേരത്തെ ഇതിനകത്ത് ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ലോഗിൻ ചെയ്ത ഇമെയിൽ IDയും പാസ്വേഡും കൊടുത്ത് ഇതിനകത്ത് ലോഗിൻ ചെയ്യാം. ഇതിനകത്ത് ഫസ്റ്റ് നമ്മൾ യൂസർ ലോഗിൻ ആയിട്ടാണ് ചെയ്യുന്നത്. അന്നേരം യൂസർ ലോഗിൻ ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ ഇത് എടുത്തിട്ട് സ്റ്റാർട്ട് ഷോപ്പിംഗ് കൊടുക്കുക. എന്നിട്ട് ഓരോ RFID ടാഗ്സ് പ്രോഡക്റ്റിൻ്റെ RFID ടാഗ്സ് റീഡ് ചെയ്യുമ്പോൾ ഇതിനകത്ത് അതിൻ്റെ പ്രൈസും അതിൻ്റെ പേരും എല്ലാം വരും. എന്നിട്ട് ഷോപ്പിംഗ് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് സ്റ്റോപ്പ് ഷോപ്പിംഗ് എനിക്കേറ്റ് ഡൗൺലോഡ് ഇൻവോയ്സ് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ഫോണിലോട്ട് ഒരു PDF വരും. അത് നമ്മൾ എന്തൊക്കെ ഷോപ്പ് ചെയ്യുന്ന ലിസ്റ്റും അതിൻ്റെ ടോട്ടൽ പ്രൈസും എല്ലാം വരും. ഇനി നമ്മളാണെങ്കിൽ 2 വട്ടം ഒരേ പ്രോഡക്റ്റ് തന്നെ ആഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോങ് പ്രസ് ചെയ്ത് അത് കളയാനുള്ള ഓപ്ഷനും അതിനകത്ത് അവൈലബിൾ ആണ്. ഇനി അടുത്തതായിട്ട് അഡ്മിൻ ലോഗിനാണ് നമ്മൾ ലോഗിൻ ചെയ്യാൻ പോകുന്നത്. അഡ്മിൻ ലോഗിൻ ചെയ്തതിന് ശേഷം നമുക്കിപ്പോൾ ഇപ്പോൾ പുതിയ പ്രോഡക്ട്സുകൾ അതിൻ്റെ അപ്ഡേറ്റ് ഒക്കെ നമുക്ക് അതിൽ ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ അത് എടുത്തിട്ട് റീഡ് ചെയ്തിട്ട് ആഡ് പ്രോഡക്റ്റ് ഞെക്കി അതിൻ്റെ പേരും റേറ്റും കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ അതിനകത്ത് ഓരോ ഡിസ്കൗണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. പിന്നെ ഈ നമ്മളിപ്പം കസ്റ്റമേഴ്സിൻ്റെ പർച്ചേസ് ഹിസ്റ്ററി മൊത്തം നമുക്ക് അഡ്മിന് കാണാൻ പറ്റുന്നതാണ്. അതിനകത്ത് പർച്ചേസസ് എന്നുള്ള ഓപ്ഷൻ എടുത്താൽ ഓരോ യൂസേഴ്സിൻ്റെ നെയിമും അവർ എന്തൊക്കെ പർച്ചേസ് ചെയ്തിട്ടുള്ളതെന്നും അതിൻ്റെ ടോട്ടൽ പ്രൈസും എല്ലാം നമുക്കിതിൽ ഡിസ്പ്ലേ ആയിരുന്നു.